നമസ്കാരം, ഞാൻ ഡോക്ടർ നയനരാജ്. ഇന്ന് നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന കരൾ രോഗങ്ങൾ സൂചിപ്പിക്കുന്നത് നമ്മുടെ തെറ്റായ ജീവിത രീതികളും ഭക്ഷണക്രമങ്ങളും മാറ്റാനുള്ള സമയം അതിക്രമിച്ചു എന്നതിനെയാണ്. നമ്മുടെ ശരീരത്തിലെ ധാരാളം ജോലികൾ ചെയ്തു തീർക്കുന്ന കരളിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് കൃത്യമായ സമയത്ത് രോഗങ്ങൾ തിരിച്ചറിഞ്ഞ് ചികിത്സിച്ചാൽ പഴയപടി അഥവാ അത് പുനരുജ്ജീവിപ്പിക്കാനുള്ള കഴിവ് അതിനുണ്ട് എന്നുള്ളതാണ്. സാധാരണയായി ആളുകൾ ഒരു കരൾ രോഗം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആൽക്കഹോൾ കൺസംഷൻ മൂലം മാത്രമാണ് എന്നാണ് ധരിച്ചിരിക്കുന്നത്. എന്നാൽ അതൊരു പ്രധാന കാരണമാണെങ്കിൽ പോലും തെറ്റായ ജീവിത രീതികളും ഭക്ഷണ രീതികളും ഇതിൽ കരൾ രോഗം വരുത്താനുള്ള ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ഈ അടുത്തുണ്ടായ മീഡിയ പേഴ്സണാലിറ്റി ശ്രീമതി സുബി സുരേഷിന്റെ മരണം കൃത്യമല്ലാത്ത ജീവിത രീതികളും ഭക്ഷണ രീതികളും എങ്ങനെയാണ് നമ്മുടെ കരളിനെ ദോഷകരമായി ബാധിക്കുന്നു എന്നുള്ളതിന്റെ വിഷമിപ്പിക്കുന്ന ഒരു ഉദാഹരണമാണ്. ഇനി എന്തുകൊണ്ടാണ് ഈ ഒരു രോഗം നമുക്ക് നേരത്തെ തിരിച്ചറിയാൻ സാധിക്കാത്തത്? സാധാരണയായി നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു അവയവത്തിന് ഉണ്ടാകുന്ന അവസ്ഥകൾ തീർച്ചയായിട്ടും ലക്ഷണങ്ങൾ മുഖാന്തരം നമ്മളെ അറിയിക്കുന്നുണ്ട്. എന്നാൽ താരതമ്യേന കരൾ രോഗങ്ങൾക്ക് ഏർലി സിംറ്റംസ് വളരെ കുറവാണ് എന്ന് വേണം കരുതാൻ. എന്നാൽ ഇനി ഏതെങ്കിലും തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിച്ചാൽ പോലും മിക്ക ആളുകളും സ്വയം ചികിത്സ ചെയ്തോ അല്ലെങ്കിൽ താൽക്കാലിക ശമനത്തിനായുള്ള മരുന്നുകൾ കഴിച്ചോ ഈ ലക്ഷണത്തെ സബ്സൈഡ് ചെയ്യുന്നതായിട്ടാണ് കണ്ടുവരാറുള്ളത്. ഇനി എന്തെല്ലാം ലക്ഷണങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാം. അമിതമായിട്ടുള്ള ക്ഷീണം. സാധാരണഗതിയിൽ നല്ലൊരു ഉറക്കം കഴിഞ്ഞ് രാവിലെ എഴുന്നേൽക്കുന്ന ഒരു വ്യക്തി വളരെ ഫ്രഷ് ആൻഡ് എനർജറ്റിക് ആയിരിക്കും. അതല്ലാത്ത പക്ഷം ശരീരത്തിലുള്ള ഏതെങ്കിലും വിധേനയുള്ള അനാരോഗ്യത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇത് പല കാരണങ്ങൾ കൊണ്ടും ഈ ഒരു രീതിയിലുള്ള അമിതമായ ക്ഷീണം ഉണ്ടാവാറുണ്ടെങ്കിലും ലിവർ പ്രോബ്ലംസിനും ഇതൊരു ലക്ഷണമായിട്ട് തന്നെ കണക്കാക്കാം. ലിവർ പ്രോബ്ലംസ് ഉള്ള ഒരു വ്യക്തിയുടെ മെറ്റബോളിസം തകരാറിലാവുകയും ഇതുവഴി ടോക്സിൻസ് ശരീരത്തിൽ അടിഞ്ഞുകൂടുകയും അതോടൊപ്പം തന്നെ ഓക്സിജൻ നില താഴുന്നത് മൂലമാണ് ഈ രീതിയിലുള്ള അമിതമായ ക്ഷീണവും തളർച്ചയും ഉണ്ടാകുന്നത്. അടുത്ത ലക്ഷണമാണ് ഛർദിയും ഓക്കാനും. നമ്മുടെ ദഹന പ്രക്രിയയിൽ നമുക്ക് ലിവറിന് വലിയൊരു പങ്കുള്ളത് കൊണ്ട് തന്നെ ഇത് ഈ സമയത്ത് ലിവറിന് ഏതെങ്കിലും രീതിയിലുള്ള തകരാറുകൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ കൃത്യമായ ദഹനം നടക്കാതെ വരികയും അതുമൂലം ചെറിയ രീതിയിൽ ഓക്കാനും അല്ലെങ്കിൽ ഛർദി അതോടൊപ്പം തന്നെ ചെറിയ രീതിയിലുള്ള നെഞ്ചിരിച്ചിലൊക്കെ ഇതിൻ്റെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് കണ്ടുവരാറുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ രീതിയിലുള്ള ലക്ഷണങ്ങൾ ഏതെങ്കിലും വിധേനയുള്ള ദഹനക്കുറവോ അല്ലെങ്കിൽ വയറ് വീർത്ത് കെട്ടുക പോലുള്ള ബുദ്ധിമുട്ടുകൾ കാണുമ്പോൾ തന്നെ മിക്ക ആളുകളും ആൻറ്റാസിഡ്സ് സ്വയമേ എടുത്ത് കഴിക്കുകയും ഈ ലക്ഷണങ്ങളെ താൽക്കാലികമായി സബ്സൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ വരുമ്പോൾ ഈ ഒരു ലക്ഷണങ്ങൾ അവിടെ സബ്സൈഡ് ആവുകയും യഥാർത്ഥ കാരണം തിരിച്ചറിയാതെ പ്രശ്നങ്ങൾ ഗുരുതരമായ അവസ്ഥയിലേക്ക് കടന്നു പോവുകയും ചെയ്യുന്നുണ്ട്. കരൾ രോഗത്തിൻ്റെ മറ്റൊരു പ്രധാന ലക്ഷണമാണ് വയറുവേദന. അതും ചില സമയങ്ങളിൽ നമുക്കൊരു ഡൾ പെയിൻ ആയിട്ടോ മറ്റു ചില സമയങ്ങളിൽ ഷാർപ്പ് പെയിൻ ആയിട്ടാണോ ഇത് കാണാറുള്ളത്. ഇത് പ്രധാനമായും കാണുന്നത് വയറിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ്. നമുക്ക് ലിവറിൻ്റെ ആ ഒരു പൊസിഷൻ്റെ ഭാഗത്തായിട്ടാണ് ഈ ഒരു വേദന, വലത് ഭാഗത്ത് വയറിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് ഈ വേദന വരാറുള്ളത്. ചില സമയങ്ങളിൽ ഈ വേദന തന്നെ അവരുടെ ബാക്കിലേക്ക് റേഡിയേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അവരുടെ തോളിലിൻ്റെ ഭാഗത്തേക്കായി റേഡിയേറ്റ് ചെയ്യുന്നതായോ കാണാറുണ്ട്. ഇത് സാധാരണഗതിയിൽ ലിവറിനുണ്ടാവുന്ന വീക്കം മൂലമോ അല്ലെങ്കിൽ നീർക്കെട്ട് മൂലമോ ഒക്കെ ഈ ഒരു ബുദ്ധിമുട്ട് കണ്ടുവരാറുണ്ട്. അടുത്ത ലക്ഷണമാണ് വിശപ്പില്ലായ്മയും തൂക്കക്കുറവും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃത്യമായി ദഹനം നടക്കാത്തത് കൊണ്ട് തന്നെ വിശപ്പില്ലായ്മ പ്രധാന ഒരു ലക്ഷണമായിട്ട് വരാറുണ്ട്. അതുമൂലം തന്നെ കാരണം കൃത്യമായി തിരിച്ചറിയാതെയുള്ള തൂക്കം കുറഞ്ഞു വരുന്നൊരവസ്ഥ. ഇതും ഈ ലിവർ ഡിസ്ഫങ്ഷൻ്റെ ലക്ഷണമായിട്ട് നമുക്ക് കണക്കാക്കാം. അടുത്തൊരു ലക്ഷണമാണ് വയറിളക്കം. നമുക്ക് ഈ ഒരു ലിവർ ഡിസ്ഫങ്ഷൻ്റെ ഒരു ഏർലി സിംറ്റം ആയിട്ട് നമുക്ക് ഈ ഒരു ഡയറിയെ നമുക്ക് കണക്കാക്കാം. ഭക്ഷണം കഴിച്ചത് ഏറെക്കുറെ അതേപടി തന്നെ പുറത്തു പോകുന്നതായിട്ടാണ് ഈ ഒരു രീതിയിൽ ലക്ഷണത്തിൽ കണ്ടുവരാറുള്ളത്. കരൾ രോഗത്തിൻ്റെ മറ്റൊരു പ്രധാന ലക്ഷണമാണ് ശരീരത്തിൽ ഉണ്ടാവുന്ന മഞ്ഞ നിറം. രക്തത്തിൽ ബിലിറുബിൻ അളവ് കൂടുന്ന സമയത്ത് നമുക്ക് അവരുടെ സ്ക്ലീറ കൃഷ്ണമണിക്ക് ചുറ്റുമായിട്ടോ അല്ലെങ്കിൽ അവരുടെ തൊലിപ്പുറത്തോ മഞ്ഞ നിറം കാണാറുണ്ട്. ഈ ഒരു ലക്ഷണത്തെയാണ് ജോണ്ടിസ് അഥവാ മഞ്ഞപ്പിത്തം എന്ന് വിളിക്കുന്നത്. ഇത് സാധാരണയായി നമുക്ക് ഉണ്ടാകുന്ന കരൾ വീക്കം അല്ലെങ്കിൽ അമിത മദ്യപാനം, ഏതെങ്കിലും രീതിയിലുള്ള മരുന്നുകളുടെ ഉപയോഗം, മറ്റേതെങ്കിലും ഇൻഫെക്ഷൻസ് എന്നീ സാഹചര്യത്തിൽ ഈ രീതിയിലുള്ള മഞ്ഞ നിറം ശരീരത്തിൽ കാണാറുണ്ട്. കരളിൻ്റെ പ്രശ്നങ്ങൾ മൂലം ബൈൽ സോൾട്ട് കൃത്യമായി റെഗുലേറ്റ് ചെയ്യാനോ പുറന്തള്ളാനോ സാധിക്കാത്ത പക്ഷം ഇത് തൊലിക്കടിയിൽ വന്ന് അടിഞ്ഞുകൂടുകയും ഇതുവഴി അമിതമായ ചൊറിച്ചിലും ഈ ഒരു കരൾ രോഗത്തിൻ്റെ പ്രധാന ലക്ഷണമായിട്ട് നമുക്ക് കണക്കാക്കാം.
അതോടൊപ്പം തന്നെ മറ്റൊരു ലക്ഷണമാണ് ഡാർക്ക് കളർഡ് യൂറിൻ. നമുക്ക് മൂത്രത്തിലുണ്ടാകുന്ന അമിതമായിട്ടുള്ള മഞ്ഞ നിറം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബൈൽ പിഗ്മെന്റ് അളവിൽ കൂടുതലാവുമ്പോഴാണ് ഈ രീതിയിലുള്ള ലക്ഷണം കണ്ടുവരാറുള്ളത്. ഈ പറഞ്ഞ ലക്ഷണങ്ങൾ കൃത്യമായി തിരിച്ചറിയാതിരിക്കുകയോ കൃത്യമായി ചികിത്സ ലഭിക്കാതിരിക്കുകയോ ചെയ്യുന്ന പക്ഷം ഇത് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടായി വരികയാണ്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കാലിൽ വരുന്ന നീര്, അതോടൊപ്പം തന്നെ വയറ് വീർത്ത് കെട്ടുക. മറ്റൊരെന്നാണ് ഈസി ബ്രൂസിങ്, അതായത് പെട്ടെന്ന് തന്നെ ശരീരത്തിൽ മുറിപ്പാടുകൾ ഉണ്ടാവുക എന്നുള്ളത് മറ്റൊരു ലക്ഷണമാണ്. അതോടൊപ്പം തന്നെയാണ് ഛർദി, വയറിളക്കം, പിന്നെ അതോടൊപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഓക്കാനം, കഴിച്ചതൊന്നും ദഹിക്കാത്തൊരവസ്ഥ. ഇതെല്ലാം കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരവസ്ഥയിലാണ് കണ്ടുവരാറുള്ളത്. ഇത് നമ്മളെ ഫിസിക്കലി ബാധിക്കുന്നതോടൊപ്പം തന്നെ മാനസികമായിട്ടും നമുക്ക് നമ്മുടെ ബിഹേവിയറൽ ചേഞ്ചസും ഉണ്ടാക്കുന്നതായിട്ട് കാണാറുണ്ട്. അതിലേറ്റവും വലിയൊരു എക്സാമ്പിളാണ് നമുക്ക് ഉണ്ടാകുന്ന കൺഫ്യൂഷൻസ്. അതോടൊപ്പം തന്നെ ശ്രദ്ധക്കുറവ്, അമിതമായ ഉറക്കം, ഇതെല്ലാം ഈ രീതിയിൽ നമ്മുടെ ലിവർ ഡിസ്ഫങ്ഷൻ കാര്യമായിട്ട് തന്നെ ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. ഇനി നമുക്ക് എങ്ങനെ കരൾ രോഗങ്ങളെ തടയാം എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഈ പറയുന്നതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ജീവിത രീതികൾ, ക്രമമായ ജീവിത രീതികളും ഭക്ഷണരീതികളും ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കരൾ രോഗം വരാനുള്ള സാധ്യത ബിലോ 90% ആണ്. എന്നാൽ നമുക്ക് വീട്ടിൽ ഏതെങ്കിലും രീതിയിലുള്ള ജനിതകമായോ നമുക്ക് പാരമ്പര്യമായോ വരാനുള്ള അവസ്ഥയുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ലക്ഷണങ്ങളൊന്നും കാണിച്ചില്ലെങ്കിൽ പോലും നമ്മൾ കൃത്യമായ ഇടവേളകളിൽ നമ്മൾ LFT ലിവർ ഫങ്ഷൻ ടെസ്റ്റ് നടത്തേണ്ടത് വളരെ അനിവാര്യമാണ്. അതോടൊപ്പം തന്നെ ഈ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും രീതിയിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചികിത്സ ലഭിക്കുക എന്നുള്ളത് വളരെ അനിവാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള ലക്ഷണങ്ങൾ കാണിച്ചാൽ പോലും തീർച്ചയായിട്ടും നമ്മളൊരു LFT എടുക്കുകയോ അതോടൊപ്പം തന്നെ നമ്മൾ സ്ഥിരമായി മരുന്നുകൾ കഴിക്കുന്ന ആളുകളും ഒരു 6 months കൂടുമ്പോഴെങ്കിലും ഈ LFT നടത്തുന്നത് വളരെ അനിവാര്യമാണ്. ഇനി ഏതെങ്കിലും കാരണവശാൽ നമുക്ക് ലിവർ ഫങ്ഷൻ ടെസ്റ്റിൽ ഏതെങ്കിലും രീതിയിലുള്ള വേരിയേഷൻസ് കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു അബ്ഡോമിനൽ USG അൾട്രാസോണോഗ്രഫി നടത്തി ഇത് കൃത്യമായി കൺഫേം ചെയ്യുന്നതും അനിവാര്യമാണ്. സോ ഈ ഒരു രോഗാവസ്ഥയിൽ ഏർലി ഡിറ്റക്ഷൻ തന്നെയാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായി മേൽ പറഞ്ഞ ലക്ഷണങ്ങൾ നിങ്ങളിലുണ്ടോ എന്നുള്ളത് കൃത്യമായി സസൂക്ഷ്മം നമ്മൾ നോക്കേണ്ടത് വളരെ അനിവാര്യമാണ്. സോ ബി ഹെൽത്തി ആൻഡ് കീപ് ഹെൽത്തി. താങ്ക് യു ഫോർ വാച്ചിങ്.